നമ്മുടെ ജീവിതം ഒരു സിനിമയാണെങ്കിൽ അതിൻ്റെ തിരക്കഥാകൃത്തും സംവിധായകനും നമ്മൾ തന്നെയാണ്. ആ സിനിമയുടെ ക്ലൈമാക്സ് വിജയകരമാക്കണോ അതോ പരാജയമാക്കണോ എന്ന് തീരുമാനിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഒന്നാണ് നമ്മുടെ ചിന്താഗതി. ഏത് സാഹചര്യത്തെയും അനുകൂലമാക്കി മാറ്റാൻ കഴിയുന്ന ഒരു മാന്ത്രിക ശക്തിയാണ് പോസിറ്റീവ് ചിന്ത. ഈ എപ്പിസോഡിൽ പറയുന്ന കാര്യങ്ങൾ പൂർണ്ണമായും ചാണക്യന്റെ ആശയങ്ങളെ ഇന്നത്തെ ജീവിത സാഹചര്യത്തിൽ എല്ലാവർക്കും ഉപകാരപ്രദമാകുമെന്ന വിശ്വാസത്തോടെ ചെയ്തതാണ്. ഇഷ്ടപ്പെട്ടാൽ കമന്റ് ചെയ്യാൻ മറക്കരുത്. എന്താണ് പോസിറ്റീവ് ചിന്ത? പോസിറ്റീവ് ചിന്ത എന്ന് പറയുന്നത് ജീവിതത്തിൽ ഒരു പ്രശ്നവും വരില്ലെന്നോ എല്ലാം എപ്പോഴും ശരിയാകുമെന്നോ ഉള്ള അന്ധമായ വിശ്വാസമല്ല. മറിച്ച് പ്രശ്നങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ അതിൽ തളർന്നു പോകാതെ അതിനുള്ളിലെ സാധ്യതകളെയും അവസരങ്ങളെയും കണ്ടെത്താനുള്ള കഴിവാണ്. മഴ പെയ്യുമ്പോൾ അയ്യോ യാത്ര മുടങ്ങി എന്ന് ചിന്തിക്കുന്നതിന് പകരം നല്ല തണുപ്പത്ത് ഒരു ചായ കുടിച്ച് പുസ്തകം വായിക്കാം എന്ന് ചിന്തിക്കുന്നതിലെ വ്യത്യാസമാണത്. ഈ പോസിറ്റീവ് ചിന്ത നമ്മുടെ കാഴ്ചപ്പാടിനെ പൂർണ്ണമായും മാറ്റിമറിക്കുന്നു. ഒരു പോസിറ്റീവ് ചിന്താഗതി നിങ്ങളുടെ ജീവിതത്തിൽ വരുത്തുന്ന മാറ്റങ്ങൾ ചെറുതല്ല. നിരന്തരമായ നെഗറ്റീവ് ചിന്തകൾ മാനസിക സമ്മർദ്ദം കൂട്ടുകയും അത് പലതരം രോഗങ്ങൾക്ക് കാരണമാവുകയും ചെയ്യും. എന്നാൽ പോസിറ്റീവ് ചിന്തകൾ നമ്മുടെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുകയും ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു. പോസിറ്റീവായി ചിന്തിക്കുമ്പോൾ മികച്ച ബന്ധങ്ങൾ നമുക്കുണ്ടാകുന്നു. പോസിറ്റീവായി ചിന്തിക്കുന്ന ഒരാളോട് സംസാരിക്കാനും സഹകരിക്കാനും എല്ലാവർക്കും താല്പര്യമായിരിക്കും. ഇത് നിങ്ങളുടെ സൗഹൃദങ്ങളെയും കുടുംബ ബന്ധങ്ങളെയും കൂടുതൽ ദൃഢമാക്കുന്നു. പോസിറ്റീവ് ചിന്ത ആത്മവിശ്വാസം നൽകുകയും ലക്ഷ്യങ്ങൾ നേടാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. ഒരു കാര്യം എന്നെക്കൊണ്ട് സാധിക്കും എന്ന് വിശ്വസിച്ച് തുടങ്ങുമ്പോൾ തന്നെ പകുതി വിജയിച്ചു കഴിഞ്ഞു. ജീവിതത്തിൽ വീഴ്ചകൾ സ്വാഭാവികമാണ്. എന്നാൽ പോസിറ്റീവ് ചിന്താഗതിയുള്ള ഒരാൾ ആ വീഴ്ചയിൽ നിന്ന് വേഗത്തിൽ എഴുന്നേറ്റ് അതിൽ നിന്നും പഠിച്ച പാഠങ്ങളുമായി മുന്നോട്ടു പോകും. പോസിറ്റീവ് ചിന്ത ജന്മനാ ലഭിക്കുന്ന ഒന്നല്ല. അതാർക്കും പരിശ്രമിച്ച് വളർത്തിയെടുക്കാവുന്ന ഒരു ശീലമാണ്. അതിനുള്ള ചില വഴികൾ ഇതാണ്. നന്ദിയുള്ളവരാകുക. എല്ലാ ദിവസവും ഉറങ്ങുന്നതിന് മുൻപ് അന്നത്തെ ദിവസം നിങ്ങൾക്ക് ലഭിച്ച 3 നല്ല കാര്യങ്ങൾ ഒന്ന് മനസ്സിൽ ചിന്തിക്കുക. അത് ചെറിയ കാര്യങ്ങളാകാം. ഇത് നിങ്ങളുടെ ചിന്തകളെ പോസിറ്റീവായ കാര്യങ്ങളിലേക്ക് കേന്ദ്രീകരിക്കാൻ സഹായിക്കും. നെഗറ്റീവ് ചിന്തകളെ തിരിച്ചറിയുക. എന്നെക്കൊണ്ട് ഒന്നിനും കൊള്ളില്ല എന്നൊരു ചിന്ത മനസ്സിൽ വരുമ്പോൾ ഇതിനു മുൻപ് ഞാൻ വിജയകരമായി ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് സ്വയം ചോദിക്കുക. തെറ്റായ ചിന്തകളെ ശരിയായ വസ്തുതകൾ കൊണ്ട് നേരിടുക എന്നാണ് ചാണക്യൻ അദ്ദേഹത്തിന്റെ പോസിറ്റീവ് ചിന്തകളിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. നാം പോസിറ്റീവായ ആളുകളുമായി സമയം ചെലവഴിക്കുക. നിങ്ങളുടെ ചുറ്റുമുള്ള ചിന്തകളും സംസാരവും നിങ്ങളെ സ്വാധീനിക്കും. എപ്പോഴും പരാതി പറയുന്നവരിൽ നിന്ന് അല്പം അകലം പാലിച്ച് ശുഭാപ്തി വിശ്വാസമുള്ളവരുമായി കൂടുതൽ ഇടപഴകുക. നാം സ്വയം സ്നേഹിക്കുക. സ്വയം ദയയോടെ സംസാരിക്കുക. നിങ്ങളോട് തന്നെ നിങ്ങൾ സംസാരിക്കുമ്പോൾ നല്ല വാക്കുകൾ ഉപയോഗിക്കുക. ഒരു തെറ്റ് പറ്റിയാൽ ഞാനൊരു വിഡ്ഢിയാണ് എന്ന് പറയുന്നതിന് പകരം ഇതൊരു പുതിയ പാഠമായിരുന്നു, അടുത്ത തവണ ഞാൻ മെച്ചപ്പെടുത്തും എന്ന് പറയുക. ജീവിതത്തിൽ എപ്പോഴും ചെറിയ ലക്ഷ്യങ്ങൾ വെച്ച് തുടങ്ങുക. വലിയ ലക്ഷ്യങ്ങൾ കാണുമ്പോൾ ചിലപ്പോൾ ഭയം തോന്നാം. ചാണക്യന്റെ ആശയം ഇവിടെ വളരെ പ്രസക്തമാണ്. ഓർക്കുക, നിങ്ങളുടെ മനസ്സ് ഒരു പൂന്തോട്ടം പോലെയാണ്. അതിൽ മനോഹരമായ പൂക്കൾ നടണോ അതോ പാഴ്ചെടികൾ വളർത്തണോ എന്ന് തീരുമാനിക്കുന്നത് നിങ്ങളാണ്. പോസിറ്റീവ് ചിന്തകളാകുന്ന വിത്തുകൾ പാകി അതിനെ സ്ഥിരമായി പരിപാലിച്ചാൽ ജീവിതം കൂടുതൽ മനോഹരവും വിജയകരവുമാകും. ഈ എപ്പിസോഡ് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ നല്ല ആശയവുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. നന്ദി.